1950 ജനുവരി മാസം 26-ാം തീയതി ഇന്ത്യ രാജ്യം ഒരു ഭരണഘടനയെ സ്ഥാപിച്ചു. ആ ഭരണഘടനയെ സ്ഥാപിച്ച് 66 വർഷങ്ങൾ ഈ രാജ്യം പിന്നിടുകയാണ്. We the people of India having solemnly constituted India into a socialist democratic republic എന്ന് ഈ രാജ്യം വിളിച്ചു പറഞ്ഞ സന്ദർഭം 948 നിന്ന് 1992 ഡിസംബർ 6 ദൂരം ഇന്ത്യയുടെ ഫാഷിസം വീണ്ടും വെടിപൊട്ടിച്ചു. 500 വർഷക്കാലം അല്ലാഹുവിന്റെ മുമ്പിൽ സാഷ്ടാംഗം പ്രണമിച്ച ബാബറിയുടെ താഴികക്കുടങ്ങൾ തകർന്നു വീണുന്നത് മതേതര ഇന്ത്യ നിറകണ്ണുകളോടെ കണ്ടു. ബാബറിയുടെ പതനമല്ല, മുസൽമാന്റെ പള്ളിയുടെ കുംഭഗോപുരങ്ങളല്ല തകർന്നു വീണത്. ഇന്ത്യയുടെ രാഷ്ട്രപിതാവായ ഗാന്ധിജിയുടെ ഇടനെഞ്ചിലേറ്റ വെടിയുണ്ടക്ക് ശേഷം ഈ രാജ്യം നേരിടുന്ന മറ്റൊരു ദേശീയ ദുരന്തമാണ് ബാബറി മസ്ജിദിന്റെ മിഹ്റാബുകൾ ഇടിച്ചു പൊളിച്ച ഇന്ത്യൻ ഫാഷിസം നിർവഹിച്ചത് എന്ന് പറഞ്ഞത് ഡൽഹിയിലെ ഇമാമല്ല, മുസ്ലിം സംഘടനകളുടെ പണ്ഡിതന്മാരായല്ല, നേതാക്കന്മാരല്ല, ഈ രാജ്യത്തിന്റെ പ്രസിഡന്റായിരുന്ന KR നാരായണനാണ്. 92 ഡിസംബർ 6 നിന്ന് വീണ്ടും ഈ രാജ്യം മുന്നോട്ട് പോയി. ഫാഷിസം അതിന്റെ സർവ്വസന്നാഹങ്ങളുമായി ഇന്ത്യയുടെ മണ്ണിലൂടെ ഈ രഥയോട്ടങ്ങൾ നടത്തുമ്പോ 2002 വീണ്ടും കൃത്യം 10 വർഷം ഗുജറാത്തിന്റെ മണ്ണിൽ അഹമ്മദാബാദിന്റെ തെരുവോരത്ത് തന്റെ വീടിന്റെ മട്ടുപാവിൽ കുതുബുദ്ദീൻ അൻസാരി എന്നൊരു ചെറുപ്പക്കാരനെ ഈ രാജ്യം കണ്ടു. തന്നെ കൊല്ലരുതേ, തന്റെ ജീവനെടുക്കാൻ വേണ്ടി പാഞ്ഞു വന്ന വിശ്വ ഹിന്ദു പരിഷത്തിന്റെയും RSSന്റെയും ഗുണ്ടപ്പടയുടെ മുമ്പിൽ എന്നെ രക്ഷിക്കണേ എന്നാർത്തു വിളിച്ചു നിൽക്കുന്ന ഒരു ചെറുപ്പക്കാരൻ അവന്റെ കവിൾത്തലത്തിലൂടെ ഒലിച്ചിറങ്ങിയ കണ്ണുനീരിന്റെ ഉപ്പുരസത്തെ റോയിട്ടറുടെ ഫോട്ടോഗ്രാഫർ പകർത്തിയെടുത്ത് ലോകത്തിന് കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഇതാണ് വർത്തമാനകാല ഇന്ത്യ. കുതുബുദ്ദീൻ അൻസാരിയുടെ കണ്ണുനീര് സമകാലിക ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങളുടെ കണ്ണുനീര. കുതുബുദ്ദീൻ അൻസാരി എന്ന ചെറുപ്പക്കാരന്റെ ഈ വ്യഥയുണ്ടല്ലോ, അവന്റെ സങ്കടമുണ്ടല്ലോ, സമകാലിക ഇന്ത്യയുടെ ജനാധിപത്യത്തിന്റെ അധികാരത്തിന്റെ അൾത്താരയിലേക്ക് ഈ രാജ്യത്തിലെ ഫാഷിസം പിച്ചവെക്കുന്നു എന്നതിന്റെ സൂചനയാണ്. ലോകം മുഴുവൻ ആശങ്കയോടെ കണ്ടു 2002 ഗുജറാത്തിന്റെ വംശഹത്യ. ആ വംശഹത്യയുടെ മണ്ണിൽ നിന്ന് നരോദാ പാട്ടീലെ ഗുണ്ടപ്പടക്ക് നേതൃത്വം കൊടുത്ത നരേന്ദ്രമോദി കൃത്യം 10 വർഷം കഴിഞ്ഞപ്പോ 2012 ഒടുക്കത്തിൽ മുസാഫർ നഗറിൽ എത്തി. മുസാഫർ നഗറിലും ഈ കലാപത്തിന്റെ തീനാളങ്ങൾ ഈ രാജ്യത്തെ അസ്വസ്ഥപ്പെടുത്തി. ആ ഫാഷിസത്തിന്റെ പടത്തലവൻ ഈ രാജ്യം ഭരിക്കുന്ന സന്ദർഭത്തിലാണ്, ഇന്ത്യ ഭരിക്കുന്ന സന്ദർഭത്തിലാണ് സമത്വം, സൗഹൃദം, സമന്വയം എന്ന സന്ദേശത്തെ ഉയർത്തിപ്പിടിച്ച് മുസ്ലിം ലീഗിന്റെ പ്രവർത്തകന്മാർ കേരള യാത്രയുമായി ഈ തെരുവിലൂടെ കടന്നു പോകുന്നത്. ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങളുടെ മാത്രം ആശങ്കയല്ല, ഈ രാജ്യത്തിന്റെ മതേതരത്വം ബഹുസ്വരത തകർന്നു പോകുമ്പോ ഈ രാജ്യത്തിലെ ന്യൂനപക്ഷങ്ങളുടെ മാത്രം ആശങ്കയല്ല. MF ഹുസൈൻ എന്ന് പറയുന്ന മഹാനായ ഒരു ചിത്രകാരനെ രാജ്യത്തിൽ നിന്ന് നാടുകടത്തിയ രാജ്യത്തിലെ ഫാഷിസ്റ്റുകൾ, രാജ്യത്തിലെ കലാകാരന്മാർ, കൽബുറഗിയെ പോലുള്ള രാജ്യത്തിലെ വൈസ് ചാൻസലർമാർ, സർവകലാശാലകളുടെ വൈസ് ചാൻസലർമാർ വെടിയേറ്റ് മരിച്ചു കിടക്കുന്ന ഒരു രാജ്യത്തിന്റെ വർത്തമാനം, ഇന്ത്യയുടെ സമകാലിക ഇന്ത്യയുടെ ചുട്ടുപൊള്ളുന്ന ഈ യാഥാർത്ഥ്യം, ആ യാഥാർത്ഥ്യത്തിന്റെ നടുവിലാണ് മുസ്ലിം ലീഗിന്റെ ഈ കേരളം യാത്ര നടന്നു വരുന്നത്. നരേന്ദ്ര ദാഭോൽക്കറെ പോലുള്ള, പൻസാരയെ പോലുള്ള ബുദ്ധിജീവികൾ, സാംസ്കാരിക നേതാക്കന്മാർ, സമുന്നത സാരഥികൾ ഈ രാജ്യത്തിന്റെ മണ്ണിൽ രക്തസാക്ഷിത്വം വരിക്കുന്ന ഒരു കാലത്തിലാണ് മുസ്ലിം ലീഗ് ഈ കേരള യാത്രയുമായി കടന്നു വരുന്നത്. ഒരു മനുഷ്യൻ അവന്റെ വീട്ടിനകത്ത് അസ്വസ്ഥപ്പെടുന്ന ഒരു അന്തരീക്ഷത്തെ കുറിച്ച് ആലോചിച്ച് നോക്കൂ. സ്വന്തം ജന്മഗൃഹത്തിൽ അവൻ അനാഥമാക്കപ്പെടുന്ന ആ അനാഥത്വത്തിന്റെ, അപരവൽക്കരണത്തിന്റെ, അശാന്തിയുടെ അസ്വസ്ഥത അവന്റെ മനസ്സിൽ സൃഷ്ടിക്കുന്ന ആത്മസംഘർഷം. ഈ ആത്മസംഘർഷം ഈ രാജ്യത്തിലെ ന്യൂനപക്ഷങ്ങൾ തന്റെ ആത്മഹത്യാക്കുറിപ്പിലൂടെ രാജ്യത്തിലെ ഫാഷിസത്തോടുള്ള വിയോജനക്കുറിപ്പ് രേഖപ്പെടുത്തി ജീവിതത്തിൽ നിന്ന് തന്നെ ഇറങ്ങിപ്പോകുന്നത് എന്ന് വായിക്കാൻ, ആ രാഷ്ട്രീയ പ്രബുദ്ധതയെ ഏറ്റെടുക്കാനാണ് മുസ്ലിം ലീഗിന്റെ ഈ കേരള യാത്ര. ഈ തെരുവിലൂടെ കടന്നു പോകുന്ന യാത്രകളിൽ എന്തെല്ലാം കെട്ടുകാഴ്ചകൾ. മലപ്പുറത്തേക്ക് വരുമ്പോ പിണറായിയുടെ പ്രസ്താവനകൾക്ക്, ഭാഷക്ക് വൈകാരികതയുടെ ചുവയുണ്ട്. ഈ മണ്ണിനെ ചുവപ്പിക്കാൻ കച്ചകെട്ടി കാലമേറെ കാത്തിരുന്നവർ ഒരൊറ്റുകാരനെ കൂടെ കൂട്ടി, ഒരു കുലം കുത്തിയെ കൂടെ കൂട്ടി. TP ചന്ദ്രശേഖരൻ, TP എന്ന 2 അക്ഷരം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ എത്രമാത്രം അസ്വസ്ഥപ്പെടുത്തുന്നു എന്ന്
ശ്രീനിവാസൻ എന്ന് പറയുന്ന കേരളത്തിന്റെ സമുന്നതനായ ഒരു മാന്യദേഹത്തെ മുഖത്തടിച്ചതിലൂടെ TP ശ്രീനിവാസൻ എന്ന് പറയുന്ന മനുഷ്യൻ, TP എന്ന രണ്ടക്ഷരം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സകല വ്യവഹാരങ്ങളെയും സ്വപ്നത്തിൽ പോലും വേട്ടയാടുന്നു എന്നുള്ളത് TP ശ്രീനിവാസൻ എന്ന് പറയുന്ന മതത്തിന്റെ പേരിൽ നടക്കുന്ന ഫാഷിസത്തോട് മാത്രമല്ല കേട്ടോ നമ്മുടെ വിയോജിപ്പ്, രാഷ്ട്രീയത്തിന്റെ പേരിൽ നടക്കുന്ന ഫാഷിസത്തോടും കലഹിച്ചുകൊണ്ടാണ് മുസ്ലിം ലീഗ് പാർട്ടിയുടെ ഈ കേരള യാത്ര ഈ വഴികളിലൂടെ കടന്നു പോകുന്നത്. TP ചന്ദ്രശേഖരന്റെ മുഖത്തടിച്ച് കേരളം നാണം കെട്ടു നിൽക്കുന്ന ഒരു സന്ദർഭം പിണറായിയുടെ യാത്രയിൽ മുസല്ല വിരിച്ച് നിസ്കരിക്കാൻ വേണ്ടി നടക്കുന്ന ഒരു കുലംകുത്തിയുണ്ട്. കുലംകുത്തി എന്നുള്ളത് നമ്മുടെ പ്രയോഗമല്ല. കേരള യാത്രയുടെ അതിപ്രധാനമായ ഈ നിമിഷം നമ്മുടെ പ്രമേയങ്ങൾ ചർച്ച ചെയ്യുന്ന ഈ സന്ദർഭം ഇത്തരം പദപ്രയോഗങ്ങൾ അനുചിതമാണ് എന്ന് ഞങ്ങൾക്കറിയാം. പക്ഷേ നമ്മുടെ നിഘണ്ടുവിലെ പദമല്ല ഇത്. TP ചന്ദ്രശേഖരന് ക്യാപിറ്റൽ പണിഷ്മെന്റ് കൊടുക്കാൻ CPM തീരുമാനിച്ചപ്പോ, അദ്ദേഹത്തിന്റെ ബയോഡാറ്റ എഴുതി വെച്ചപ്പോ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറഞ്ഞ വാക്കാണ് കുലംകുത്തി എന്ന പദപ്രയോഗം. ആരാ TP ചന്ദ്രശേഖരൻ? DYFയുടെ മുൻ സംസ്ഥാന സെക്രട്ടറിയാണ്. ആരാ TP ചന്ദ്രശേഖരൻ? പാർട്ടി സെക്രട്ടറിയായ പിണറായി വിജയനോട് വിയോജിപ്പിന്റെ വിരൽ ചൂണ്ടിയവനാണ്. ആരാ TP ചന്ദ്രശേഖരൻ? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് ഇറങ്ങിപ്പോന്ന CPMന്റെ സംവിധാനങ്ങളോട് കലഹിച്ചവനാണ്. അങ്ങനെയുള്ള പ്രൊഫൈലുള്ളവരെ കുലംകുത്തി എന്ന് വിളിക്കാമെങ്കിൽ ആ കുലംകുത്തികൾക്ക് സംസ്ഥാന തലത്തിൽ ഒരു അസോസിയേഷൻ ഉണ്ടാവുകയും ഒരു സംഘടന ഉണ്ടാക്കുകയും ചെയ്താൽ ആ കുലംകുത്തികളുടെ തമ്പുരാൻ മലപ്പുറത്തെ തവനൂരിലെ KT ജലീൽ എന്ന് പറയുന്ന കുലംകുത്തികളുടെ ഒരു രാജാവ് മലപ്പുറത്ത് ജീവിക്കുന്നുണ്ട്. പക്ഷേ ആ കുലംകുത്തിയെ ഞങ്ങൾ ക്യാപിറ്റൽ പണിഷ്മെന്റിന് വിധിച്ചിട്ടില്ല. മുസ്ലിം യൂത്ത് ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്നു DYFയുടെ സെക്രട്ടറിയായ ചന്ദ്രശേഖരനെ പോലെ പ്രിയപ്പെട്ട ജലീൽ സാഹിബ് PK കുഞ്ഞാലിക്കുട്ടി എന്ന് പറയുന്ന പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിയോട് കലഹിച്ചു. ആ പദപ്രയോഗങ്ങൾ നമ്മുടെ പ്രസംഗത്തിൽ വരാതിരിക്കാൻ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു. പ്രിയപ്പെട്ട ജലീൽ സാറേ, അത് താങ്കൾക്ക് ഞങ്ങൾ തരുന്ന ഒരു ഓശാരമല്ലേ, താങ്കൾ അത് അർഹിക്കുന്നില്ല എന്ന് ഞങ്ങൾക്കറിയാം. പക്ഷേ KT ജലീലിനെ ഞങ്ങൾ ഇത് പറയുമ്പോ KT ജാഹിൽ എന്ന് സോഷ്യൽ മീഡിയയിലെ കുട്ടികൾ മുഴുവൻ ആർത്തു വിളിക്കുമ്പോൾ എന്തിന്റെ പേരിലാ വിളിച്ചത്? കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ തോൽപ്പിച്ചതിന്റെ പേരിലല്ല കേട്ടോ. മുസ്ലിം ലീഗ് പാർട്ടിക്കെതിരെ വിരൽ ചൂണ്ടിയതിന്റെ പേരിലല്ല കേട്ടോ. CPMന്റെ ഒറ്റുകാരനായി മലബാറിലെ മുസ്ലിം വികാരങ്ങൾക്ക് മുമ്പിൽ കെട്ടുകാഴ്ചയുടെ വേഷം കെട്ടലുകൾ നടത്തി പ്രച്ഛന്ന വേഷത്തിന്റെ ഈ ടേബിളൊക്കെ നിന്നുകൊടുത്തതിന്റെ പേരിലല്ല കേട്ടോ. പിന്നെയോ ആയിരക്കണക്കിന് വീടുകൾ ഈ സമ്മേളനം ഇവിടെ നടക്കുമ്പോ, ഈ ആരവം ഇവിടെ നടക്കുമ്പോ കേരളത്തിൽ 1000 പഞ്ചായത്തുകളിൽ 1500 വീടുകൾ ശിഹാബ് തങ്ങളുടെ ഓർമ്മയിൽ ഉറങ്ങുന്ന കുടുംബങ്ങളാണ്. സയ്യിദ് മുഹമ്മദ് അലി ശിഹാബിന്റെ സൗമ്യമായ പുഞ്ചിരിയുടെ സുഹൃത്തുക്കളെ മുഴുവൻ ഓർത്തുകൊണ്ട് സുന്ദരമായ സ്വപ്നങ്ങൾ കണ്ട് C രാധാകൃഷ്ണൻ പറഞ്ഞില്ലേ പ്രിയപ്പെട്ട തങ്ങളെ കുറിച്ച്? ഇന്ത്യയിലെ അമ്മമാരെ, കേരളത്തിലെ മുത്തശ്ശിമാരെ, ഞാൻ നിങ്ങൾക്കൊരു കഥ പറഞ്ഞു തരാം. C രാധാകൃഷ്ണൻ, CR എന്ന രണ്ടക്ഷരത്തിൽ അറിയപ്പെടുന്ന പ്രിയപ്പെട്ട C രാധാകൃഷ്ണൻ പറഞ്ഞു, ഇനി നമുക്ക് കുഞ്ഞുങ്ങൾക്ക് കഥ പറഞ്ഞു കൊടുക്കാം. കുടപ്പനക്കുന്നിൽ ഒരു തങ്ങളുപ്പാപ്പയുണ്ടായിരുന്നു. മലപ്പുറത്തെ സ്വീകരണ കേന്ദ്രത്തിൽ നിന്ന് വേങ്ങരയിലെ ഈ സ്വീകരണത്തിലേക്ക് ഞങ്ങൾ വരുമ്പോ ഞങ്ങളുടെ പ്രിയപ്പെട്ട സയ്യിദ് ശിഹാബിന്റെ പടിപ്പുരക്കലൂടെയാണ് പാണ്ടിക്കടവത്ത് കുഞ്ഞാപ്പ, പ്രിയപ്പെട്ട കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഈ വഴിത്താറയിൽ കടന്നു വരുന്നത്. വേങ്ങരയിലെ ഒരു വ്യാപാരി, മലപ്പുറത്ത് കച്ചവടം നടത്തുന്ന ഒരു സാധാരണ മനുഷ്യൻ സയ്യിദ് മുനവ്വർ അലി ശിഹാബ് തങ്ങളോട് വികാരനിർഭരമായി പറഞ്ഞ ഒരു വാക്ക് തങ്ങൾ എന്നോട് പറഞ്ഞത് ഞാൻ ഓർത്തു പോവുകയാണ്. വേങ്ങരയിൽ നിന്ന് ഞാൻ മലപ്പുറത്തേക്ക് കച്ചവടത്തിന് വേണ്ടി കാലമേറെയായി ബസ്സിലൂടെ സഞ്ചരിക്കുന്നു. വലതുവശത്തിരിക്കുമ്പോ പ്രിയപ്പെട്ട ഉപ്പ ജീവിച്ച കാലത്ത് ഞാൻ ആ കോലായിലേക്ക് കണ്ണ് നിറഞ്ഞു നോക്കിയിട്ടാണ് ഓരോ ദിവസവും എന്റെ കച്ചവട സ്ഥാപനത്തിന്റെ താക്കോലുമായി ഞാൻ മലപ്പുറത്തേക്ക് പോയത്. പൊന്നുമോനെ മുനവ്വറെ, ഞാനൊന്ന് പറയട്ടെ, എന്റെ കണ്ണുകൾ നിറയുകയാണ്. ഉപ്പ മരിച്ചതിന് ശേഷം പാണക്കാട്ട് മാളിയേക്കൽ സയ്യിദ് അലവി പൂക്കോയ തങ്ങളുടെ ആ വരാന്തയിൽ നിന്ന്, ആ വട്ടമേശയുടെ നടുവിൽ നിന്ന് ആ പൂനിലാവ് അസ്തമിച്ചതിനു ശേഷം, പൊന്നുമോനെ ഞാനൊന്ന് പറയട്ടെ, മലപ്പുറത്ത് നിന്ന് ഞാൻ ബസ് കയറുമ്പോ ഇടതുവശത്തിരിക്കാറില്ല. വേങ്ങരയിൽ നിന്ന് ഞാൻ ബസ് കയറുമ്പോ വലതുവശത്തിരിക്കാറില്ല. യാദൃശികമായി ഞാൻ ഇരിക്കേണ്ടി വന്നാൽ, പൊന്നുമോനെ ഞാൻ പറയട്ടെ, പ്രിയപ്പെട്ട ഉപ്പയുടെ വീടിന്റെ പടിപ്പുരക്കൽ എത്തുമ്പോ ഞാൻ ഇടതുവശത്തേക്ക് തിരിഞ്ഞു നോക്കും, വലതുവശത്തേക്ക് ഞാൻ നോക്കാറില്ല. ശൂന്യമായ ആ കോലായിലേക്ക് നോക്കാൻ എന്റെ ഹൃദയം, എന്റെ മനസ്സ് സമ്മതിക്കുന്നില്ല. സ്നേഹമുള്ളവരെ, സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ ഓർമ്മ ഈ മൺധരികൾ കൊണ്ടു നടക്കുമ്പോ, മൗനമന്ത്രങ്ങൾ ഉരുവിട്ട് വേങ്ങരയുടെ മണ്ണിലേക്ക് നമ്മൾ ഈ ജാഥ കടന്നു വരുമ്പോ C രാധാകൃഷ്ണൻ പറയട്ടെ, ചന്ദ്രികയല്ല കേട്ടോ, അഹമ്മദ് കുട്ടി ഉണ്ണിക്കുളം അല്ല കേട്ടോ, CP സയ്യിദ് അലവി അല്ല കേട്ടോ, മലയാളത്തിന്റെ സർഗസബര്യക്ക് തന്റെ ഭാഷ കൊണ്ട് കഥയുടെ ഛന്ദസ് വിടർത്തിയ C രാധാകൃഷ്ണൻ എന്ന് പറയുന്ന കഥാകാരൻ പറഞ്ഞു, ഉമ്മമാരെ, അമ്മമാരെ,
നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കഥ പറഞ്ഞു കൊടുക്കാൻ ഞാനൊരു കഥ പറയാം. കുടപ്പനക്കുന്നിൽ ഒരു തങ്ങളുപ്പാപ്പയുണ്ട്. അദ്ദേഹം സിദ്ധനായിരുന്നു, സ്നേഹമായിരുന്നു അദ്ദേഹത്തിന്റെ ശുദ്ധി. തനിക്കും തന്റെ സഹജീവികൾക്കും നന്മയല്ലാതെ മറ്റൊന്നും ആ മനുഷ്യൻ ആഗ്രഹിച്ചില്ല. കുഞ്ഞുമക്കൾക്ക് നമുക്ക് കഥ പറഞ്ഞു കൊടുക്കാം. നിങ്ങളുടെ മടിത്തട്ടിലിൽ താരാട്ടുപാട്ടുപാടി നിങ്ങളുടെ കുഞ്ഞുമക്കളെ നിങ്ങൾ ഉറക്കുമ്പോ, മുത്തശ്ശി കഥകൾക്ക് വേണ്ടി നിങ്ങളുടെ മനസ്സ് പരതുമ്പോ, കുടപ്പനക്കൽ കുന്നിലെ തങ്ങൾ പാപ്പയെ കുറിച്ച് നിങ്ങളുടെ കുഞ്ഞുമക്കളുടെ കാതുകളിൽ, ഇളം കാതുകളിൽ കഥകൾ പറഞ്ഞു കൊടുക്കാൻ ഈ മണ്ണിലൂടെ മജ്ജയും മാംസയുമായി ഒരു മനുഷ്യൻ ജീവിച്ചു പോയിരുന്നു എന്ന ശിഹാബ് തങ്ങളെ കുറിച്ച് സി രാധാകൃഷ്ണൻ പറഞ്ഞു. ONV ലീഗുകാരനല്ല, ONV ലീഗിന് പാട്ടെഴുതിയ പാട്ടുകാരനല്ല. മലയാളത്തിൽ ആയിരക്കണക്കിന് സിനിമകൾക്ക് പാട്ടെഴുതിയ ONV എന്ന് പറയുന്ന മലയാളത്തിന്റെ ചലച്ചിത്ര സംസ്കാരത്തിന്റെ വസന്തം പോലെ നമ്മുടെ മുമ്പിലുള്ള പ്രിയപ്പെട്ട ONV ഒരുപക്ഷേ രാഷ്ട്രീയ മനസ്സുകൊണ്ട്, രാഷ്ട്രീയ ധാര കൊണ്ട് ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ ഓരം ചാരി സഞ്ചരിക്കുന്ന ONV എന്ന് പറയുന്ന അനുഗ്രഹീതനായ കവി നമ്മോട് പറഞ്ഞില്ലേ, മലയാളികളെ, നിങ്ങളുടെ വീടിന്റെ മുറി ഒന്നടക്കുമോ? രാത്രിയിൽ എല്ലാ വാതിലുകളും നിങ്ങൾ അടക്കും. എല്ലാ വാതിലുകളും നിങ്ങൾ അടച്ച, എല്ലാ ജനവാതിലുകളും നിങ്ങൾ അടച്ചാൽ ജാലകപ്പഴുതിലൂടെ കടന്നു വരുന്ന നിലാവിന്റെ പ്രകാശരേണുക്കളുണ്ടല്ലോ, ആ ജാലകപ്പഴുതിലൂടെ എല്ലാ വെളിച്ചവും അണച്ചു പോയാൽ, ഇരുട്ട് പടർന്നാൽ നിങ്ങളുടെ ജാലകപ്പഴുതിലൂടെ രാത്രിയുടെ നിശബ്ദതയിൽ കടന്നു വരുന്ന നിലാവിന്റെ പ്രകാശരേണുക്കൾ ആകാശത്തിലെ അദൃശ്യമായ ചന്ദ്രന്റെ സാന്നിധ്യം അറിയിക്കുന്ന പോലെ 3.5 കോടി മലയാളികളെ നമ്മുടെ സാമൂഹിക ജീവിതത്തിന്റെ ഇരുട്ടുമുറിയുടെ ജാലകപ്പഴുതിലൂടെ കടന്നു വരുന്ന നിലാവിന്റെ പ്രകാശരേഖയുടെ പേരാണ് പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് എന്ന് പ്രിയപ്പെട്ട ONV നമുക്ക് കഥ ചൊല്ലി തരുമ്പോ, മലയാളത്തിന്റെ മുഴുവൻ നല്ല മനസ്സുകളും നല്ല മനുഷ്യരും സയ്യിദ് മുഹമ്മദ് അലി ശിഹാബിന്റെ ഓർമ്മകളിൽ തപിക്കുന്ന ഹൃദയത്തോടെ പുഷ്പഹാരങ്ങൾ സമർപ്പിച്ചപ്പോ, തവനൂറുകാരൻ ശപിക്കപ്പെട്ട തന്റെ നാവുകൊണ്ട് പറഞ്ഞ ഒരു വാക്ക്, സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് എന്ന് പറയുന്ന മനുഷ്യന്റെ പേരിൽ, മനുഷ്യർക്കിടയിലെ സുഹൃത ജന്മത്തിന്റെ സ്മരണയിൽ മുസ്ലിം ലീഗ് ആയിരക്കണക്കിന് ബൈത്തുറഹ്മകൾ ഉണ്ടാക്കി കൊടുത്തപ്പോ, ആ ബൈത്തുറഹ്മയുടെ താക്കോൽ കൂട്ടത്തിന്റെ കിലുകിലുക്കുന്ന ശബ്ദം കേട്ടപ്പോ കണ്ണുനീരിന്റെ സങ്കടത്തോടെ നിന്ന് സരോജിനി അമ്മമാർ ഈ മണ്ണിലുണ്ട്, ഏലപ്പനാശാരിമാർ ഈ നിയോജക മണ്ഡലത്തിലുണ്ട്. പക്ഷേ എല്ലാ മനുഷ്യരും പറഞ്ഞു, എല്ലാവരും പറഞ്ഞു. ഏഷ്യാനെറ്റിന്റെ പ്രൈം ടൈം ന്യൂസ് ചാനലിന്റെ പ്രൈം ടൈം പറഞ്ഞു, മലപ്പുറത്തേക്ക് നോക്ക് നിങ്ങൾ. ഏതാ ഏഷ്യാനെറ്റ്? മലയാളിയുടെ ചാനലല്ല കേട്ടോ, അമേരിക്കൻ മാധ്യമ ഭീമനായ മർഡോക്കിന്റെ ചാനൽ, അമേരിക്കൻ മാധ്യമ ഭീമനായ മർഡോക്കിന്റെ ചാനൽ. കേരളം രാഷ്ട്രീയമായി സംഘർഷപൂരിതമായപ്പോ, രാഷ്ട്രീയത്തിൽ പ്രതീക്ഷ നഷ്ടപ്പെട്ടപ്പോ നിങ്ങൾ മലപ്പുറത്തേക്ക് നോക്ക്. വീടില്ലാത്തവന്, അഭയമില്ലാത്തവന് അഭയം കൊടുക്കുന്ന ഒരു ഭവന പദ്ധതിയുടെ ഒരു സംസ്കാരത്തിന് മുസ്ലിം ലീഗ്